ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് മാസങ്ങളായി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് താമസിച്ചു പോയി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ശകലം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ മിക്സിൻ്റെ ഒരു ജാർ എടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കാഷ്യും ബദാമുമാണ് ചേർക്കുന്നത്. അതുപോലെ മധുരത്തിനായിട്ട് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറയാം. ഇനി നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. ഇത് 10 രൂപയുടെ ഒരു പാക്കറ്റാണ്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നല്ല പോലെ പൊടിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ നട്ട്സ് മൊത്തം ഞാൻ 1/2 ലിറ്റർ പാലിലേക്ക് ചേർക്കുന്നില്ല. ഇതെനിക്ക് വേറൊരു റെസിപ്പിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലേക്ക് ശകലം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾ മാറ്റി വെച്ച പാലെടുക്കാം. അതിനകത്തേക്ക് ശകലം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. പാൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒത്തിരി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് കണ്ടാൽ നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല കേട്ടോ. അതിൽ നിന്ന് ശകലം മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് പാൽ നല്ലപോലെ തിളച്ച് വരണം. ഇടയ്ക്കതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1-2 പ്രാവശ്യം തിള വന്നാൽ നമുക്ക് തീ ഓഫാക്കാം. അതിനുശേഷം ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നട്ട്സ് പൊടിച്ച ആ ജാറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറി ചേർത്ത് കൊടുക്കാം. ഈ ചെറി ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് കൂടുതൽ പാലൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് പാലിൻ്റെ മിക്സിലേക്ക് ചേർക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ ചെറി നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്കസ് വേണം. അത് ശകലം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചെറിയുടെ പ്യൂരി റെഡിയായി. അതുപോലെ കസ്കസ് റെഡിയായി. ആ സമയം കൊണ്ട് നമ്മുടെ പാല് നല്ല പോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ചെറുതായിട്ടൊരു തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് കാരണം ചെറുതായിട്ടൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ കുടിക്കാനുള്ള പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിനകത്തേക്ക് ഒത്തിരി നട്ട്സൊന്നും ചേർക്കാത്ത കാരണം നല്ല പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചെറിയുടെ പ്യൂരി ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ പാലിൻ്റെ കളർ തന്നെ മാറി വരും. നമ്മൾ ആ നട്ട്സ് പൊടിച്ചപ്പോൾ ശകലം പഞ്ചസാര ചേർത്തിട്ടേ ഉള്ളൂ. ബാക്കി മധുരമൊക്കെ വരുന്നത് ഈ ചെറിയുടെയാണ്. അതുകൊണ്ട് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. തണുപ്പോട് കൂടിയിട്ട് കുടിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലേക്ക് ഞാൻ ശകലം ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല ടേസ്റ്റാണ്. വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ആപ്പിളൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ചെറിയുടെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.